4/6/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ഇപ്പോൾ ഈ മോശവും മലിനവുമായ ലോകത്തിന് തീ പിടിക്കേണ്ടതുണ്ട്. അതിനാൽ ദേഹസഹിതം ഏതിനെയെല്ലാം നിങ്ങൾ എൻ്റേത് എൻ്റേത് എന്ന് പറയുന്നുവോ അതിനെ മറക്കണം. ഇതിനോട് മനസ്സ് യോജിപ്പിക്കരുത്. ചോദ്യം: ബാബ നിങ്ങൾക്ക് ഈ ദുഃഖധാമത്തോട് വെറുപ്പ് വരുത്തിക്കുന്നത് എന്തുകൊണ്ട്? ഉത്തരം: കാരണം നിങ്ങൾക്ക് ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കും പോകേണ്ടതുണ്ട്. ഈ മലിനമായ ലോകത്തിൽ ഇപ്പോൾ കഴിയേണ്ടതേയില്ല. നിങ്ങൾക്കറിയാം, ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപെട്ട് വീട്ടിലേക്ക് പോകും. അതിനാൽ ഈ ശരീരത്തെ എന്തിനു നോക്കണം? ആരുടെയെങ്കിലും നാമരൂപത്തിൻ്റെ നേർക്ക് പോലും ബുദ്ധി പോകരുത്. മലിനമായ ചിന്തകൾ വന്നാൽ പോലും പദവി ഭ്രഷ്ടമായി പോകും. ഓം ശാന്തി. ശിവബാബ തൻ്റെ കുട്ടികളോട് അഥവാ ആത്മാക്കളോട് സംസാരിക്കുകയാണ്. ആത്മാവ് തന്നെയാണ് കേൾക്കുന്നത്. സ്വയം ആത്മാവാണ് എന്ന നിശ്ചയം വരുത്തണം. നിശ്ചയം വരുത്തിയ ശേഷം ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കണം. പരിധിയില്ലാത്ത ബാബ വന്നിരിക്കുകയാണ് എല്ലാവരെയും കൊണ്ടുപോകുന്നതിനായി. ദുഃഖത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും മോചിപ്പിച്ച് സുഖത്തിൻ്റെ സംബന്ധത്തിലേക്ക് കൊണ്ടുപോകുന്നു. സംബന്ധം എന്ന് സുഖത്തെയും ബന്ധനം എന്ന് ദുഃഖത്തെയും പറയുന്നു. ഇപ്പോൾ ഇവിടെയുള്ള ഏതെങ്കിലും നാമത്തിലോ രൂപത്തിലോ മറ്റോ മനസ്സ് യോജിപ്പിക്കാതിരിക്കൂ. തൻ്റെ വീട്ടിലേക്ക് പോകുന്നതിനായി തയ്യാറെടുപ്പ് ചെയ്യേണ്ടതുണ്ട്. പരിധിയില്ലാത്ത ബാബ വന്നിരിക്കുകയാണ് എല്ലാ ആത്മാക്കളെയും കൊണ്ടുപോകുന്നതിനായി. അതിനാൽ ഇവിടെയുള്ള ഒന്നിനോടും മനസ്സ് യോജിപ്പിക്കരുത്. ഇതെല്ലാം ഇവിടെയുള്ള മോശമായ ബന്ധനങ്ങളാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മളിപ്പോൾ പവിത്രമായിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തെ ആരും മോശമായ ചിന്തയോടെ കൈകൊണ്ട് സ്പർശിക്കരുത്. ആ ചിന്തയെ മാറിപ്പോകുന്നു. പവിത്രമാകാതെ തിരികെ വീട്ടിലേക്ക് പോകാൻ സാധിക്കില്ല. പിന്നെ അഥവാ നന്നായില്ലെങ്കിൽ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. ഈ സമയത്ത് എല്ലാ ആത്മാക്കളും നന്നായിട്ടില്ലാത്തവരാണ്. ശരീരവുമായി ചേർന്ന് മോശമായ കാര്യങ്ങൾ ചെയ്യുന്നു. മോശമായ ദേഹധാരികളോട് മനസ്സ് യോജിച്ചിരിക്കുകയാണ്. ബാബു എന്ന് പറയുന്നു, ഈ എല്ലാ മോശമായ ചിന്തയും ഉപേക്ഷിക്കൂ. ആത്മാവിന് ശരീരത്തിൽ നിന്നും വേർപെട്ട് വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. ഇത് വളരെ മോശമായ മലിനമായ ലോകമാണ്. ഇതിൽ ഇപ്പോൾ നമുക്ക് കഴിയേണ്ടതില്ല. ആരെയെങ്കിലും കാണാനുള്ള ആഗ്രഹം പോലും ഉണ്ടാകുന്നില്ല. ഇപ്പോഴാണെങ്കിൽ ബാബ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു. ബാബ പറയുന്നു, കുട്ടികളെ, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. പവിത്രമാകുന്നതിനായി ബാബയെ ഓർമ്മിക്കൂ. ഒരു ദേഹധാരിയോടും മനസ്സ് യോജിപ്പിക്കാതിരിക്കൂ. മമത്വം തീർത്തും ഇല്ലാതാകണം. സ്ത്രീ പുരുഷന്മാർക്ക് വളരെയധികം സ്നേഹമുണ്ട്. പരസ്പരം വേർപെടുത്താൻ സാധിക്കില്ല. ഇപ്പോഴാണെങ്കിൽ സ്വയം സഹോദര ആത്മാക്കളായി മനസ്സിലാക്കണം. മോശമായ ചിന്ത ഉണ്ടായിരിക്കാൻ പാടില്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഇപ്പോൾ ഇത് വേശ്യാലയമാണ്. വികാരങ്ങൾ കാരണം തന്നെയാണ് നിങ്ങൾ ആദ്യം മധ്യ അന്ത്യം ദുഃഖം നേടിയത്. ബാബ വളരെയധികം വെറുപ്പ് വരുത്തുന്നു. ഇപ്പോൾ നിങ്ങൾ സ്റ്റീമറിൽ ഇരിക്കുകയാണ് പോകുന്നതിന് വേണ്ടി. ആത്മാവ് മനസ്സിലാക്കുന്നു, ഇപ്പോൾ നമ്മൾ ബാബയുടെ അടുക്കൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ മുഴുവൻ പഴയ ലോകത്തോടും വൈരാഗ്യമാണ്. ഈ മോശമായ ലോകത്തിൽ, നരകത്തിൽ, വേശ്യാലയത്തിൽ നമുക്ക് കഴിയേണ്ടതില്ല. അപ്പോൾ പിന്നെ വിഷത്തിനു വേണ്ടി മലിനമായ ചിന്തകൾ വരുന്നത് വളരെ മോശമാണ്. പദവിയും ഭ്രഷ്ടമായി പോകും. ബാബു പറയുന്നു, ഞാൻ നിങ്ങളെ പുഷ്പങ്ങളുടെ ലോകത്തിൽ അഥവാ സുഖധാമത്തിൽ കൊണ്ടുപോകുന്നതിനായി വന്നിരിക്കുന്നു. ഞാൻ നിങ്ങളെ ഈ വേശ്യാലയത്തിൽ നിന്നും മാറ്റി ശിവാലയത്തിലേക്ക് കൊണ്ടുപോകും. അതിനാൽ ഇപ്പോൾ ബുദ്ധിയുടെ യോഗം ഉണ്ടായിരിക്കേണ്ടത് പുതിയ ലോകവുമായാണ്. എത്ര സന്തോഷമുണ്ടായിരിക്കേണ്ടതാണ്. പരിധിയില്ലാത്ത ബാബ നമ്മളെ പഠിപ്പിക്കുന്നു. ഈ പരിധിയില്ലാത്ത സൃഷ്ടിചക്രം എങ്ങനെ തിരിയുന്നു അത് ബുദ്ധിയിലുണ്ട്. സൃഷ്ടിചക്രത്തെ അറിയുന്നതിലൂടെ, അതായത് സ്വദർശന ചക്രധാരി ആകുന്നതിലൂടെ നിങ്ങൾ ചക്രവർത്തി രാജാവാകും.
അഥവാ ദേഹധാരിയുമായി ബുദ്ധിയോഗം യോജിപ്പിച്ചുവെങ്കിൽ പദവി ഭ്രഷ്ടമായി പോകും. ദേഹത്തിൻ്റെ ഒരു സംബന്ധവും ഓർമ്മ വരരുത്. ഇത് ദുഃഖത്തിൻ്റെ ലോകമാണ്. ഇതിൽ എല്ലാവരും ദുഃഖം നൽകുന്നവർ തന്നെയാണ്. ബാബ ഡേർട്ടി ലോകത്തിൽ നിന്നും എല്ലാവരെയും കൊണ്ടുപോകുന്നു. അതിനാൽ ഇപ്പോൾ ബുദ്ധിയോഗം തൻ്റെ വീടുമായി യോജിപ്പിക്കണം. മനുഷ്യർ ഭക്തി ചെയ്യുന്നു മുക്തിയിലേക്ക് പോകുന്നതിനായി. നിങ്ങളും പറയുന്നു, നമ്മൾ ആത്മാക്കൾക്ക് ഇവിടെ വസിക്കേണ്ടതില്ല. നമ്മൾ ഈ മോശമായ ശരീരം ഉപേക്ഷിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകും. ഇത് പഴയ ചെരുപ്പാണ്. ബാബയെ ഓർമ്മിച്ചോർമ്മിച്ച് പിന്നെ ഈ ശരീരം വെടിയും. അന്തിമകാലത്തിൽ ബാബയെ അല്ലാതെ രണ്ടാമതൊരു വസ്തുവും ഓർമ്മ വരരുത്. ഈ ശരീരം പോലും ഇവിടെ തന്നെ ഉപേക്ഷിക്കണം. ശരീരം പോയെങ്കിൽ എല്ലാം പോയി. ദേഹസഹിതം എന്തെല്ലാം ഉണ്ടോ, എന്തെല്ലാം നിങ്ങൾ എൻ്റേത് എൻ്റേത് എന്ന് പറയുന്നുവോ, ഇതെല്ലാം മറക്കേണ്ടതുണ്ട്. ഈ മോശമായ ലോകത്തിന് തീ പിടിക്കേണ്ടതുണ്ട്. അതിനാൽ ഇതിനോട് ഇപ്പോൾ മനസ്സ് യോജിപ്പിക്കരുത്. ബാബ പറയുന്നു, മധുരമധുരമായ കുട്ടികളെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ നിങ്ങൾ തന്നെയാണ് പോയി വസിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ മുഖം ആ ഭാഗത്താണ്. ബാബയെയും വീടിനെയും സ്വർഗത്തെയും ഓർമ്മിക്കണം. ദുഃഖധാമത്തോട് വെറുപ്പ് വരുന്നു. ഈ ശരീരങ്ങളോട് വെറുപ്പ് വരുന്നു. വിവാഹമേ കഴിക്കേണ്ട ആവശ്യം എന്താണ്? വിവാഹം കഴിക്കുന്നതിലൂടെ പിന്നെ ശരീരത്തോട് മനസ്സ് യോജിക്കുന്നു. ബാബ പറയുന്നു, ഈ പഴയ ചെരുപ്പുകളോട് യാതൊരു സ്നേഹവും വയ്ക്കാതിരിക്കൂ. ഇതേ വേശ്യാലയമാണ്. എല്ലാവരും പതീതം തന്നെ പതീതമാണ്. രാവണ രാജ്യമാണ്. ഇവിടെ ബാബയുമായി അല്ലാതെ ആരോടും മനസ്സ് യോജിപ്പിക്കരുത്. ബാബയെ ഓർമ്മിക്കുകയില്ലെങ്കിൽ ജന്മജന്മാന്തരങ്ങളിലെ പാപം ഇല്ലാതാകുകയില്ല. പിന്നെ ശിക്ഷകളും വളരെ കടുത്തതാണ്. പദവിയും ഭ്രഷ്ടമായി പോകും. അപ്പോൾ എന്തുകൊണ്ട് ഈ കലിയുഗി ബന്ധനത്തെ ഉപേക്ഷിച്ചുകൂടാ? ബാബ എല്ലാവർക്കും വേണ്ടി ഈ പരിധിയില്ലാത്ത കാര്യം മനസ്സിലാക്കിച്ചു തരുന്നു. എപ്പോഴാണോ രജോ പ്രധാന സന്യാസിമാർ ഉണ്ടായിരുന്നത്, അപ്പോൾ ലോകം മലിനമായിരുന്നില്ല. കാട്ടിൽ കഴിയുമായിരുന്നു. എല്ലാവർക്കും ആകർഷണം ഉണ്ടാകുമായിരുന്നു. മനുഷ്യർ അവിടെ പോയി അവർക്ക് ഭക്ഷണം കൊണ്ടെത്തിക്കുമായിരുന്നു. നിർഭയരായി കഴിഞ്ഞിരുന്നു. നിങ്ങൾക്കും നിർഭയരാകണം. ഇതിൽ വലിയ വിശാല ബുദ്ധി ആവശ്യമാണ്. ബാബയുടെ അടുക്കൽ വരുമ്പോൾ കുട്ടികൾക്ക് സന്തോഷം നിലനിൽക്കുന്നു. നമ്മൾ പരിധിയില്ലാത്ത പിതാവിൽ നിന്നും സുഖധാമത്തിൻ്റെ സമ്പത്തെടുക്കുന്നു. ഇവിടെയാണെങ്കിൽ എത്ര ദുഃഖമാണ്. പല മോശമായ രോഗങ്ങളും മറ്റുമുണ്ട്. ബാബയാണെങ്കിൽ ഗ്യാരണ്ടി ചെയ്യുന്നു, ദുഃഖത്തിൻ്റെയോ രോഗത്തിൻ്റെയോ പേര് പോലും ഇല്ലാത്ത ഇടത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു. പകുതി കൽപ്പത്തേക്ക് നിങ്ങളെ ഹെൽത്തി ആക്കുന്നു. ഇവിടെ ആരോടെങ്കിലും മനസ്സ് യോജിപ്പിച്ചുവെങ്കിൽ വളരെയധികം ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കും. 3 മിനിറ്റ് സൈലൻസിനെ കുറിച്ച് അവർ പറയൂ, കേവലം സൈലൻസിലൂടെ എന്തുണ്ടാകാനാണ്? ബാബയെ ഓർമ്മിക്കണം. അതിലൂടെ വികർമ്മം വിനാശമാകട്ടെ. സൈലൻസിൻ്റെ വരം നൽകുന്നവൻ ബാബയാണ്. ആ ഒന്നിനെ ഓർമ്മിക്കാതെ ശാന്തി എങ്ങനെ ലഭിക്കും? ആ ഒന്നിനെ ഓർമ്മിക്കുമ്പോൾ തന്നെയാണ് സമ്പത്ത് ലഭിക്കുന്നത്. ടീച്ചേഴ്സും വളരെയധികം പാഠം പഠിപ്പിക്കണം. നിവർന്നു നിൽക്കണം. ആരും ഒന്നും പറയുകയില്ല. ബാബയുടേതായിരിക്കുകയാണ്. അപ്പോൾ വയറിന് വേണ്ടിയുള്ളത് ലഭിക്കുക തന്നെ ചെയ്യും. ശരീരത്തിൻ്റെ ഉപജീവനത്തിന് വേണ്ടി വളരെയധികം ലഭിക്കും. വേദാന്തി എന്ന കുട്ടി പരീക്ഷ എഴുതി. അതിൽ ഗീതയുടെ ഭഗവാൻ ആരാണ് എന്ന ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. ആ കുട്ടി പരംപിത പരമാത്മാ ശിവൻ എന്നെഴുതി. അപ്പോൾ അതിനെ തോൽപ്പിച്ചു. ആര് ശ്രീകൃഷ്ണൻ്റെ പേരെഴുതിയോ അവരെ പാസ്സാക്കി. കുട്ടി സത്യമാണ് പറഞ്ഞത്. അതറിയാത്തത് കാരണം തോൽപ്പിച്ചു. പിന്നെ ഞാൻ ഈ എഴുതിയത് സത്യമാണ് എന്ന് അടികൂടേണ്ടി വന്നു. ഗീതയുടെ ഭഗവാൻ നിരാകാരനായ പരംപിത പരമാത്മാവാണ്. ദേഹധാരിയായ ശ്രീകൃഷ്ണനാവുക സാധ്യമല്ല. എന്നാൽ പുത്രിക്ക് ഈ ആത്മീയ സർവീസ് ചെയ്യുന്നതിൻ്റെ ആഗ്രഹമുണ്ടായിരുന്നു.
ഉപേക്ഷിച്ചു. നിങ്ങൾ അറിയുന്നുണ്ട്, ഇപ്പോൾ ബാബയെ ഓർമ്മിച്ച് തൻ്റെ ശരീരത്തെയും ഓർമ്മിച്ച് സൈലൻസിൻ്റെ ലോകത്തിലേക്ക് പോകേണ്ടതുണ്ട്. ഓർമ്മിക്കുന്നതിലൂടെ ഹെൽത്തും വെൽത്തും രണ്ടും ലഭിക്കുന്നു. ഭാരതത്തിൽ പീസും പ്രോസ്പെറിറ്റിയും ഉണ്ടായിരുന്നല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുമാരിമാരായ നിങ്ങളിരുന്ന് മനസ്സിലാക്കിക്കോ. അപ്പോൾ ആരും നിങ്ങളുടെ പേര് സൂചിപ്പിക്കില്ല, വിമർശിക്കില്ല എന്നർത്ഥം. അഥവാ ആരെങ്കിലും എതിരിടുകയാണെങ്കിൽ നിങ്ങൾ നിയമപരമായി പോരാടൂ. വലിയ വലിയ ഓഫീസേഴ്സിൻ്റെ അടുക്കൽ പോകൂ. എന്ത് ചെയ്യുവാനാണ്? നിങ്ങൾ വിശന്ന് മരിക്കുകയൊന്നുമില്ല. പഴത്തിനൊപ്പം തൈരിനൊപ്പവും റൊട്ടി കഴിക്കുവാൻ സാധിക്കും. വയറിനു വേണ്ടി മനുഷ്യർ എത്ര പാപം ചെയ്യുന്നു. ബാബ വന്ന് എല്ലാവരെയും പാപ ആത്മാവിൽ നിന്നും പുണ്യ ആത്മാവാക്കുന്നു. ഇതിൽ പാപം ചെയ്യുന്നതിൻ്റെയോ കള്ളം പറയുന്നതിൻ്റെയോ ഒരു ആവശ്യവുമില്ല. നിങ്ങൾക്ക് 1/4 ഭാഗം സുഖം ലഭിക്കുന്നു, ബാക്കി 1/4 ഭാഗം ദുഃഖം അനുഭവിക്കുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ ജന്മജന്മാന്തരങ്ങളിലെ പാപം ഭസ്മമാകും. മറ്റൊരു ഉപായവുമില്ല. ഭക്തിമാർഗത്തിൽ വളരെയധികം തിക്കും തിരക്കും കൊള്ളുന്നു. ശിവന്റെ പൂജ വീട്ടിലും ചെയ്യാൻ സാധിക്കും. എന്നിരുന്നാലും പുറത്ത് ക്ഷേത്രത്തിൽ തീർച്ചയായും പോകുന്നു. ഇവിടെയാണെങ്കിൽ നിങ്ങൾക്ക് ബാബയെ ലഭിച്ചു. നിങ്ങൾക്ക് ചിത്രം വയ്ക്കേണ്ട ആവശ്യമില്ല. ബാബയെ നിങ്ങൾ അറിയുന്നുണ്ട്. ആ ഒന്ന് നമ്മുടെ പരിധിയില്ലാത്ത പിതാവാണ്. കുട്ടികൾക്ക് സ്വർഗത്തിൻ്റെ ചക്രവർത്തി പദത്തിൻ്റെ സമ്പത്ത് നൽകിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ബാബയിൽ നിന്നും സമ്പത്ത് നേടാൻ വരുന്നു. ഇവിടെ ഏതെങ്കിലും ശാസ്ത്രമോ മറ്റോ പഠിക്കുന്നതിൻ്റെ കാര്യമില്ല. കേവലം ബാബയെ ഓർമ്മിക്കണം. ബാബ നമ്മൾ വരാൻ പോകുന്നു. നിങ്ങൾ വീടിനെ ഉപേക്ഷിച്ചിട്ട് എത്ര സമയമായി? സുഖധാമത്തെ ഉപേക്ഷിച്ചിട്ട് 63 ജന്മമായി. ഇപ്പോൾ ബാബ പറയുന്നു, ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കും പോകൂ. ഈ ദുഃഖധാമത്തെ മറന്നേക്കൂ. ശാന്തിധാമത്തെയും സുഖധാമത്തെയും ഓർമ്മിക്കൂ. ഏതെങ്കിലും ഡിഫിക്കൽട്ടായ കാര്യമേ ഇല്ല. ശിവബാബയ്ക്ക് ഏതെങ്കിലും ശാസ്ത്രമോ മറ്റോ പഠിക്കേണ്ട ആവശ്യമേ ഇല്ല. ഈ ബ്രഹ്മാവ് പഠിച്ചിട്ടുണ്ട്. നിങ്ങളെ ഇപ്പോൾ ശിവബാബ പഠിപ്പിക്കുന്നു. ഈ ബ്രഹ്മാവിനും പഠിപ്പിക്കാൻ സാധിക്കും. എന്നാൽ നിങ്ങൾ സദാ മനസ്സിലാക്കൂ, ശിവബാബയാണ് പഠിപ്പിക്കുന്നത്. ആ ഒന്നിനെ ഓർമ്മിക്കുന്നതിലൂടെയാണ് വികർമ്മ വിനാശമാകുന്നത്. ഇടയിൽ ഇദ്ദേഹവുമുണ്ട്. ഇപ്പോൾ ബാബ പറയുന്നു, സമയം കുറച്ചേ ഉള്ളൂ, അധികമില്ല. എന്ത് ഭാഗ്യത്തിലുണ്ടായിരിക്കുമോ അത് ലഭിക്കും എന്ന് ചിന്തിക്കരുത്. സ്കൂളിൽ പഠനത്തിൻ്റെ പുരുഷാർത്ഥം ചെയ്യുന്നുവല്ലോ. എന്ത് ഭാഗ്യത്തിലുണ്ടായിരിക്കുമോ എന്ന് പറയാറില്ല. ഇവിടെ പഠിക്കുന്നില്ലെങ്കിൽ അവിടെ ജന്മജന്മാന്തരങ്ങളിൽ ദാസ്യവൃത്തി ചെയ്തുകൊണ്ടിരിക്കും. രാജപദം ലഭിക്കുകയില്ല. അവസാനം കിരീടം വയ്ക്കും, അതും ത്രേതായിൽ. മുഖ്യമായ കാര്യമാണ് പവിത്രമായി മറ്റുള്ളവരെ ആക്കണം. സത്യനാരായണൻ്റെ സത്യമായ കഥ കേൾപ്പിക്കുന്നത് വളരെ സഹജമാണ്. 2 പിതാവുണ്ട്. പരിധിയുള്ള പിതാവിൽ നിന്നും പരിധിയുള്ള സമ്പത്ത് ലഭിക്കുന്നു. പരിധിയില്ലാത്ത പിതാവിൽ നിന്നും പരിധിയില്ലാത്തത്. പരിധിയില്ലാത്ത ബാബയെ ഓർമ്മിക്കൂ. അപ്പോൾ ഈ ദേവതയാകും. എന്നാൽ അതിലും ഉയർന്ന പദവി നേടേണ്ടതുണ്ട്. പദവി നേടുന്നതിന് വേണ്ടി തന്നെയാണ് എത്ര ലഹളകൾ നടത്തുന്നത്. അവസാനം അന്യോന്യം ബോംബുകളുടെയും സഹായം നൽകും. ഇത്രയും ധർമ്മങ്ങളെല്ലാം ഉണ്ടായിരുന്നില്ല, പിന്നീട് ഉണ്ടായിരിക്കുകയുമില്ല. നിങ്ങൾ രാജ്യം ഭരിക്കുന്നവരാണ്. അപ്പോൾ തൻ്റെ മേൽ ദയ കാണിക്കൂ. ഏറ്റവും കുറഞ്ഞത് ഉയർന്ന പദവി നേടണം. പുത്രിമാർ 8 അണയും നൽകുന്നു. നമ്മുടെ ഒരു ഇഷ്ടിക വിനിയോഗിക്കണം. സുദാമയുടെ ഉദാഹരണം കേട്ടിട്ടുണ്ടല്ലോ. ഒരു പിടി അരിക്ക് പകരമായി കൊട്ടാരം ലഭിച്ചു. ദരിദ്രരുടെ അടുക്കൽ ഉള്ളതേ 8 അണയാണ്. അപ്പോൾ അത് തന്നെയായിരിക്കുമല്ലോ നൽകുന്നത്. പറയുന്നു, ബാബ നമ്മൾ ദരിദ്രരാണ്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ സത്യമായ സമ്പാദ്യം ചെയ്യുന്നു. ഇവിടെ എല്ലാവരുടേതും അസത്യമായ സമ്പാദ്യമാണ്. ദാനപുണ്യം തുടങ്ങി എന്തെല്ലാം ചെയ്യുന്നുവോ
അത് പാപാത്മാക്കൾക്ക് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ പുണ്യത്തിന് പകരം പാപമാകുന്നു. പൈസ നൽകുന്നവർക്ക് തന്നെയാണ് പാപമുണ്ടാകുന്നത്. ഇങ്ങനെയെല്ലാം ചെയ്ത് എല്ലാവരും പാപാത്മാവായി മാറുന്നു. പുണ്യ ആത്മാവുള്ളത് സത്യയുഗത്തിലാണ്. അത് പുണ്യ ആത്മാക്കളുടെ ലോകമാണ്. അത് ബാബ തന്നെയാണ് നിർമ്മിക്കുന്നത്. രാവണൻ പാപാത്മാവാക്കുന്നു, മലിനമായി മാറുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, മലിനമായ കർമ്മം ചെയ്യരുത്. പുതിയ ലോകത്തിൽ മാലിന്യം ഉണ്ടായിരിക്കില്ല. പേര് തന്നെ സ്വർഗം എന്നാണ്. അപ്പോൾ പിന്നെന്താണ്? സ്വർഗം എന്ന് പറയുമ്പോഴേ വായിൽ വെള്ളം വരുന്നു. ദേവതമാർ ഉണ്ടായിരുന്ന ശേഷം പോയി, അതിനാൽ സ്മാരകമുണ്ട്. ആത്മാവ് അവിനാശിയാണ്. എത്ര അനേകം ആക്ടേഴ്സ് ഉണ്ട്. ഒരിടത്ത് ഇരിക്കുന്നുണ്ടാകും, അവിടെ നിന്നും പാർട്ട് അഭിനയിക്കാൻ വരുന്നു. ഇപ്പോൾ കലിയുഗത്തിൽ എത്ര അനേകം മനുഷ്യരുണ്ട്. ദേവീ ദേവന്മാരുടെ രാജ്യമില്ല. ആർക്കെങ്കിലും മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത് വളരെ സഹജമാണ്. ഇപ്പോൾ വീണ്ടും ഒരു ധർമ്മത്തിൻ്റെ സ്ഥാപന ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ബാക്കിയെല്ലാം ഇല്ലാതായി പോകും. നിങ്ങൾ സ്വർഗത്തിലായിരുന്നപ്പോൾ മറ്റൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. ചിത്രത്തിൽ രാമന് അമ്പ് നൽകിയിരിക്കുന്നു. അവിടെ അമ്പിൻ്റെയോ മറ്റോ കാര്യമില്ല. ഇതും മനസ്സിലാക്കുന്നുണ്ട്. കഴിഞ്ഞ കൽപ്പത്തിൽ ആര് എന്ത് സർവീസ് ചെയ്തോ അതുതന്നെ ഇപ്പോൾ ചെയ്യുന്നു. ആര് വളരെയധികം സർവീസ് ചെയ്യുന്നുവോ അവർ ബാബയ്ക്കും വളരെ പ്രിയമായി തോന്നുന്നു. ലൗകിക പിതാവിൻ്റെ കുട്ടികളും ആരാണോ നല്ല രീതിയിൽ പഠിക്കുന്നത് അവരിൽ പിതാവിൻ്റെ സ്നേഹം കൂടുതലുണ്ടായിരിക്കും. ആരാണോ അടികൂടുകയും കഴിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ സ്നേഹിക്കുകയില്ല. സർവീസ് ചെയ്യുന്നവർ വളരെ പ്രിയമായി തോന്നുന്നു. ഒരു കഥയുണ്ട്. 2 പൂച്ചകൾ അടികൂടി വെണ്ണ കൃഷ്ണൻ ഭക്ഷിച്ചു. മുഴുവൻ വിശ്വത്തിൻ്റെയും ചക്രവർത്തി പദമാകുന്ന വെണ്ണ നിങ്ങൾക്ക് ലഭിക്കുന്നു. ഇപ്പോൾ അലംഭാവം കാണിക്കരുത്, മോശമാകരുത്. ഇതിന് പിന്നാലെ രാജപദം പാഴാക്കരുത്. ബാബയുടെ ഡയറക്ഷൻ ലഭിക്കുന്നു. ഓർമ്മിക്കുകയില്ലെങ്കിൽ പാപത്തിൻ്റെ ഭാരം കയറിക്കൊണ്ടിരിക്കും. പിന്നെ വളരെയധികം ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. ഒരുപാട് കരയും. 21 ജന്മത്തെ ചക്രവർത്തി പദമാണ് ലഭിക്കുന്നത്. ഇതിൽ ഫെയിൽ ആയെങ്കിൽ വളരെയധികം കരയും. ബാബ പറയുന്നു, പിതാവിൻ്റെ വീടോ അമ്മായി അച്ഛൻ്റെ വീടോ ഓർമ്മിക്കേണ്ടതില്ല. ഭാവിയിലെ പുതിയ വീടിനെ തന്നെയാണ് ഓർമ്മിക്കേണ്ടത്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. ആരെയെങ്കിലും കാണുമ്പോൾ ഭ്രമിച്ചു പോകരുത്. പുഷ്പം ആകണം. ദേവതമാർ പുഷ്പമായിരുന്നു. കലിയുഗത്തിൽ മുള്ളുകളായിരുന്നു. ഇപ്പോൾ നിങ്ങൾ സംഗമത്തിൽ പുഷ്പമായിക്കൊണ്ടിരിക്കുന്നു. ആർക്കും ദുഃഖം നൽകരുത്. ഇവിടെ ഇങ്ങനെ ആകുമ്പോഴാണ് സത്യയുഗത്തിൽ പോകുന്നത്. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. അന്തിമകാലത്തിൽ ഒരു ബാബയല്ലാതെ രണ്ടാമതാരും ഓർമ്മ വരരുത്. അതിനുവേണ്ടി ഈ ലോകത്തിൽ ആരോടും മനസ്സ് ചേർക്കരുത്. മോശമായ ശരീരങ്ങളെ സ്നേഹിക്കരുത്. കലിയുഗെ ബന്ധനം മുറിക്കണം. വിശാല ബുദ്ധിയായി നിർഭയരാകണം. പുണ്യ ആത്മാവാകുന്നതിനായി ഒരു പാപവും ഇപ്പോൾ ചെയ്യരുത്. വയറിനു വേണ്ടി അസത്യം പറയരുത്. ഒരു പിടി അരി നൽകി സത്യസത്യമായ സമ്പാദ്യം ശേഖരിക്കണം. തൻ്റെ മേൽ ദയ കാണിക്കണം. വരദാനം. പരമാത്മാ സ്നേഹത്തിലൂടെ സ്വയം തന്നെയും വിശ്വത്തെയും നിർവിഘ്നമാക്കുന്ന തപസ്വി മൂർത്തിയായി ഭവിക്കട്ടെ. ഒരു പരമാത്മാ സ്നേഹത്തിൽ ഇരിക്കുന്നത് തന്നെയാണ് തപസ്യ. ഈ തപസ്യയുടെ ബലത്തിന് തന്നെയാണ് സ്വയം തന്നെയും വിശ്വത്തെയും സദാകാലത്തേക്ക് നിർവിഘ്നമാക്കാൻ സാധിക്കുന്നത്. നിർവിഘ്നമായി ഇരിക്കുന്നതും നിർവിഘ്നമാക്കുന്നതും തന്നെയാണ് താങ്കളുടെ സത്യമായ സേവനം. അത് അനേകം പ്രകാരത്തിലുള്ള വിഘ്നങ്ങളിൽ നിന്നും സർവ്വ ആത്മാക്കളെയും മുക്തമാക്കുന്നു. ഇങ്ങനെയുള്ള സേവാധാരികളായ കുട്ടികൾ തപസ്യയുടെ ആധാരത്തിൽ ബാബയിൽ നിന്നും ജീവൻ മുക്തിയുടെ വരദാനമെടുത്ത്
മറ്റുള്ളവർക്കും നേടിക്കൊടുക്കുന്നതിന് നിമിത്തമായി മാറുന്നു. സ്ലോഗൻ: ചിതറിപ്പോയ സ്നേഹത്തെ ഒതുക്കി ഒരു ബാബയോട് സ്നേഹം വയ്ക്കൂ, അപ്പോൾ പ്രയത്നത്തിൽ നിന്നും മുക്തമാകും. ഓം ശാന്തി. ഈ ദേഹമാകുന്ന ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഞാൻ ആത്മാവ് ഒരു ചൈതന്യ ശക്തിയാണ്. ഈ ആത്മസ്മൃതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ എൻ്റെ ശുദ്ധവും പവിത്രവുമായ എൻ്റെ യഥാർത്ഥ സ്വരൂപം എനിക്ക് അനുഭവവേദ്യമാകുന്നു. ഈശ്വരൻ്റെ ധാമത്തിൽ നിന്നും ഈ കർമ്മക്ഷേത്രത്തിൽ വന്നപ്പോൾ എൻ്റെ ആത്മസ്വരൂപം അതിനിർമ്മലവും അതിപവിത്രവുമായിരുന്നു. എൻ്റെ ആ നിർമ്മലവും ശുദ്ധവുമായ സ്വരൂപത്തിൻ്റെ പരിപൂർണ അനുഭവം നേടുന്നതിന് ഞാൻ ശാന്തിയുടെ ധാമമായ ആ ജ്യോതിദേശത്തിൽ ബ്രഹ്മതത്വം വ്യാപിച്ചിരിക്കുന്ന ആ ദിവ്യധാമത്തിൽ സങ്കല്പം കൊണ്ട് യാത്ര ചെയ്യുകയാണ്. ഈ ദിവ്യ ജ്യോതിദേശത്തിൽ എൻ്റെ ആന്തരിക നേത്രത്തിലൂടെ പരമാത്മാ സ്വരൂപം ദർശിക്കുന്ന മാത്രയിൽ പരമാത്മാ ശാന്തിയുടെ അനന്ത കിരണങ്ങൾ ആത്മാവിൽ ഉൾക്കൊള്ളപ്പെടുകയാണ്. അനന്യഭാവത്തിൽ ആ പരമാത്മാ സ്വരൂപത്തിലേക്ക് എൻ്റെ മനസ്സിനെ ഏകാഗ്രമാക്കുമ്പോൾ അനിർവചനീയമായ ദിവ്യ അലൗകിക സ്നേഹത്തിൽ ഞാൻ ലയിച്ചു ചേരുന്നു. സർവബന്ധനമുക്തവും ആനന്ദമയവുമായ സ്ഥിതി ഞാൻ അനുഭവിക്കുന്നു. ഈ ദിവ്യവും അലൗകികവുമായ ഈശ്വരീയ പ്രാപ്തികളുടെ അനുഭവം സംഗമയുഗത്തിലെ സർവശ്രേഷ്ഠ ഭാഗ്യമാണ്. സാകാര സൃഷ്ടിയിലെ എൻ്റെ സഹോദര ആത്മാക്കൾക്കും അവരുടെ ജന്മസിദ്ധ അവകാശമായ ഈശ്വരീയ പ്രാപ്തികൾ ലഭിക്കട്ടെ എന്ന ശക്തിശാലി ശുഭസങ്കൽപ്പം ഞാൻ അവരിലേക്ക് അയക്കുകയാണ്. ഹേ ആത്മാക്കളെ, ബാബ സർവ ആത്മാക്കൾക്കും മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും
ഈശ്വരീയ സമ്പത്ത് നൽകുവാൻ വന്നു കഴിഞ്ഞു എന്ന മനസ്സിൻ്റെ സങ്കല്പം ആ ആത്മാക്കളിൽ എത്തട്ടെ. സംഗമയുഗത്തിലെ ഈ സർവശ്രേഷ്ഠ ഭാഗ്യത്തിന് ആ ആത്മാക്കൾ യോഗ്യരായി മാറട്ടെ.